ഒരു വീഡിയോ എന്ന് പറയുന്നത് വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എൻ്റെ ഒരു ഡേ ആണ്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ നേരത്തെ എഴുന്നേറ്റ് ഒരു 5:30 ആയപ്പോഴാണ് എഴുന്നേറ്റത്. പിന്നെ ഇപ്പോൾ ഞാൻ മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആയി, അതിനുശേഷം ഒന്ന് ബെഡൊക്കെ ഒന്ന് സെറ്റാക്കി ഇട്ടു. അപ്പം ഇപ്പം ഡിസംബറൊക്കെ ആയതുകൊണ്ട് തന്നെ സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആണ്. അതുകൊണ്ട് തന്നെ മോയ്സ്ചറൈസറും ലിപ് ബാം ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്തു. പിന്നെ വെള്ളമൊക്കെ കുടിച്ചു, ഹൈഡ്രേറ്റ് ആയി നേരെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്നലെ തന്നെ ഞാൻ എന്തൊക്കെയാണ് ഇന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ ഒരു ടു ഡു ലിസ്റ്റ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റു ടൈമൊന്നും വേസ്റ്റ് ആക്കാതെ നമ്മൾ പഠിക്കാൻ വേണ്ടിയുള്ള ടോപ്പിക് ഒക്കെ എടുത്തു വെച്ചു. അതായത് ഞാൻ ഇന്ന് രാവിലെ സർജറിയാണ് പഠിക്കുന്നത്. കുറച്ച് ദിവസമായിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും മിസ് ചെയ്തൊരു പാർട്ടായിരുന്നു രാവിലെ എഴുന്നേൽക്കുക, ഫ്രഷ് ആകുക, ഫ്രഷ് ആയിട്ട് ഇരുന്ന് പഠിക്കുക. ആ ഒരു ടൈം ഉണ്ടല്ലോ, അത് ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് രാവിലെ എഴുന്നേറ്റ് പഠിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് എനിക്ക് വൈകുന്നേരമൊക്കെ പഠിക്കുമ്പോൾ കിട്ടത്തില്ല കേട്ടോ. രാവിലെ ഭയങ്കര പീസ്ഫുൾ ആയിട്ട് ഫ്രഷ് ആയിട്ട് ഇരുന്ന് പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. പഠിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ ആ പഠിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ തലയിന്ന് പോകത്തുമില്ല കേട്ടോ. അതിപ്പോൾ ഏത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക് ആണെങ്കിലും. അപ്പം എനിക്കിത് കുറച്ച് നാളുകളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലായിരുന്നു. വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടായി എനിക്ക് ആസ്മ ഉണ്ടായിരുന്നു. അപ്പം അതിന് അത്യാവശ്യം നല്ല സെഡേഷനുള്ള ടാബ്ലറ്റ് ആയിരുന്നു സാർ തന്നുകൊണ്ടിരുന്നത്. അപ്പം അതിൻ്റെ സെഡേഷൻ കാരണം എനിക്ക് രാവിലെ എഴുന്നേക്കാൻ വേണ്ടി പറ്റത്തില്ലായിരുന്നു. അപ്പം എനിക്ക് കുറച്ച് നല്ല സങ്കടം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് രാവിലെ എഴുന്നേറ്റ് നമ്മൾ എന്തൊക്കെയോ പഠിച്ചെന്നാവുമ്പോഴേക്കും നമുക്കൊരു എന്തോ ഒരു പ്രൊഡക്റ്റീവ് ആയൊരു ഫീലാണ്. ഈവൻ ദോ ഞാൻ എൻ്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്ന് വൈകുന്നേരമൊക്കെ ഇരുന്ന് പഠിച്ചാൽ പോലും രാവിലെ പഠിക്കാത്തതുകൊണ്ട് എന്തോ ഒരു ഇൻകംപ്ലീറ്റ് ഫീലിംഗ് ആയിരുന്നു. പിന്നെ അതിനുശേഷം എനിക്ക് മന്ത്ലി ഫോളോ അപ്പ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒരു തവണ സാറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് ഇന്ന കാര്യം പറഞ്ഞു. സാർ ഭയങ്കര ഉറക്കമാണ്, പഠിക്കാനൊന്നും പറ്റുന്നില്ല, രാവിലെ ഒന്നും എഴുന്നേക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം സാറ് പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ സെഡേഷൻ കുറഞ്ഞൊരു ടാബ്ലറ്റ് തരാമെന്ന് പറഞ്ഞു. അതിനുശേഷം നമുക്ക് അത്യാവശ്യം ഒരു നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, നമുക്ക് അത്ര ടയർഡ്നെസ്സോ അങ്ങനൊന്നും ഇല്ല. അങ്ങനെ പതിയെ നമ്മൾ രാവിലേക്ക് എഴുന്നേറ്റ് തുടങ്ങി. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, രാവിലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിച്ച് ക്ലാസ്സിൽ പോയി ഇരിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്തൊരു ഫീലിംഗ് ആണ്, അല്ലെങ്കിൽ എന്തോ ഒരു മിസ്സിങ് ആയിരുന്നു. അപ്പം എന്നെ പോലെ രാവിലെ എഴുന്നേറ്റ് പഠിക്കാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യോ കേട്ടോ. ഇപ്പം ലാസ്റ്റ് വീഡിയോയിൽ കൂടുതലായിട്ട് കമൻറ്റ്സ് വന്നിട്ടുള്ളത് ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ ആകുന്നുണ്ട് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എന്നാണ്. കേട്ടതിൽ ഭയങ്കര സന്തോഷം. അല്ലാണ്ട് പ്രത്യേകിച്ച് ആരും അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല. പിന്നെയുള്ള വീഡിയോസിൽ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമുക്കത് റിയാക്ട് ചെയ്ത് പറയാം. ഞാൻ 7 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നത്. ചിലപ്പോൾ ഒരു 5 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. പിന്നെ ഞാൻ കൂടുതലായിട്ട് രാവിലെ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കഴിക്കത്തുള്ളൂ. പിന്നെ ഇതാ എനിക്ക് 8 മണിയാകുമ്പോൾ കോളേജിൽ പോകണം. അതിന് വേണ്ടി ഞാൻ ഓടിപ്പോയി യൂണിഫോം ഒക്കെ ഇട്ടു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി കുറച്ച് നേരം ഫുഡ് കഴിക്കും. പിന്നെ അടുത്ത് റെഡിയാകുന്ന പണി നോക്കും, പിന്നെ ഫുഡ് കഴിക്കും. അങ്ങനെ ഇപ്പം അനസ്തേഷ്യ പോസ്റ്റിംഗ് ആയതുകൊണ്ട് ഡെയിലി ഞങ്ങൾക്ക് OT ഉണ്ട്. അതുകൊണ്ട് എന്നും OT സ്ക്രബ് ഡെയിലി കൊണ്ടുപോകണം. അത് കുറച്ച് ടാസ്ക് ആണ്. നമ്മളത് സ്റ്റെറൈലായിട്ട് തന്നെ വെക്കണം. അതുകൊണ്ട് തന്നെ ക്ലാസ് കഴിഞ്ഞ് വൈകുന്നേരം വന്നിട്ട് ഓടിപ്പോയി അലക്കണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ അത് രാവിലെ കൊണ്ടുപോകണം. വീണ്ടും വൈകുന്നേരം വന്ന് അലക്കണം. അതും ഇപ്പോൾ ഒരു സൈക്കിൾ പോലെ നടക്കുന്ന പരിപാടിയാണ്. പക്ഷെ എനിക്ക് ഇഷ്ടമായ അനസ്തേഷ്യ പോസ്റ്റിംഗ്, കാരണം എന്നും ഓരോ OT പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഞാൻ വേണ്ട ബാക്കി ബുക്സും ടാബും ഒക്കെ എടുത്തു വെച്ചു. പിന്നെ അതിനുശേഷം വീണ്ടും പോയി ബാക്കിയുള്ള ഫുഡ് എടുത്ത് കഴിച്ചു. പിന്നെ ഞാൻ ഓടിപ്പോയി റെഡിയായി. എനിക്ക് ഇഷ്ടമുള്ള യൂണിഫോം ഒക്കെ ഇടാം, പക്ഷെ യൂണിഫോം തന്നെ ഇടണമെന്ന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഞാൻ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് പോവാണ്.
അപ്പം എനിക്ക് 4 മണി വരെ ക്ലാസ് ഉണ്ട്. ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നു. ഞാൻ ഫ്രഷ് ആയില്ല. ഫ്രഷ് ആകുന്ന ടൈം വേറെയാണ്. അതുകൊണ്ട് തന്നെ വന്ന ഉടനെ എന്തെങ്കിലും ഞാൻ കഴിക്കും. ഇപ്പം ഞാൻ കുറച്ചൊരു ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വന്നിട്ട് ഞാൻ കുറച്ച് ഓറഞ്ചും കാര്യങ്ങളൊക്കെയാണ് കഴിച്ചത്. പിന്നെ കുറച്ച് നേരം ഫോണൊക്കെ നോക്കി അങ്ങ് ഇരുന്നു. അതിനുശേഷം വീണ്ടും പഠിക്കാൻ വേണ്ടി പോവാണ്. ഞാനിപ്പോൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് മെഡിസിൻ ആണ്. കാരണം മെഡിസിൻ സർജറി ഒക്കെയാണ് ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ളത്. അപ്പം അതിൽ നിന്ന് കുറച്ച് പഠിക്കാൻ ഓർത്തു. ഇപ്പം ഞാൻ രാവിലെ സർജറി പഠിച്ചു. ഇപ്പം വൈകുന്നേരം മെഡിസിൻ നോക്കുകയാണ്. ഏറ്റവും വലിയ കോമഡി എന്താണെന്നറിയോ? പണ്ടൊക്കെ ഈ പനിയൊക്കെ വന്ന് ഹോസ്പിറ്റലൊക്കെ പോകില്ലേ, അപ്പം ഈ ഫിസിഷ്യൻ എന്നൊക്കെ പറഞ്ഞ് പുറത്ത് എഴുതിയിരിക്കുന്ന കാണാം. അതായത് നമ്മുടെ ജനറൽ മെഡിസിൻ. അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് ഫിസിഷ്യൻ ഒക്കെ ആവണം. കാരണം എന്ത് എളുപ്പമുള്ള പരിപാടിയാണ്. പനി വരിക, പനിക്ക് നമ്മൾ എന്തെങ്കിലും ഒരു പാരസെറ്റമോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മരുന്ന് എഴുതി കൊടുക്കുക, സംഭവം അവിടെ തീർന്നു എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇത് ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കുറെ അസുഖങ്ങളെ പറ്റി പഠിക്കണം, കുറെ ഡ്രഗ്സിനെ പറ്റി പഠിക്കണം. അത് മാത്രമല്ല നീറ്റ് PGയിൽ ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള ബ്രാഞ്ച് ആണ്. അത് മാത്രമല്ല ബ്രാഞ്ച് കിട്ടാൻ നല്ല ഹൈ റാങ്ക് വേണം. അങ്ങനത്തെ കുറെ കാര്യങ്ങളെ പറ്റി എനിക്ക് അറിയില്ലായിരുന്നു. അതൊക്കെ ഈ കോളേജിൽ വന്നതിന് ശേഷമാണ് പഠിച്ചത്. അപ്പൊ ഇപ്പോഴത്തെ ഒരു അറിവ് വെച്ചിട്ട് ഒരു ജൂൺ ഒക്കെ ആകുമ്പോഴേക്കും എന്റെ 2 സബ്ജക്ട്സിന്റെ യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും ബാക്കി 4 സബ്ജക്ട്സിന്റെ യൂണിവേഴ്സിറ്റി എക്സാംസ് ഉണ്ടായിരിക്കും. ഇതിനൊക്കെ മുമ്പായിട്ട് മാർച്ചിൽ മോഡൽ എക്സാമും ഫെബ്രുവരിയിൽ സെക്കൻഡ് സെഷനിൽ ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2026 പകുതിയും ഫുൾ എക്സാംസ് തന്നെ ആയിരിക്കും. എക്സാംസ് എന്താകുമെന്ന് എനിക്കൊരു പിടിയില്ല. അപ്പൊ ഇതെന്റെ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള കുറച്ചേരത്തെ പഠിത്തമൊക്കെ കഴിഞ്ഞു. അപ്പൊ ഞാൻ ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഹെൽത്തി ആകാൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ട് ഡിന്നറും അത്യാവശ്യം ഹെൽത്തി ഒക്കെയാണ്. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമുള്ള ഒരു ടൈമിലാണ് ഞാൻ ഫ്രഷ് ആവാൻ വേണ്ടി പോകുന്നത്. കാരണം വേറെ ഒന്നുമല്ല, അടുത്ത റൗണ്ട് പഠിക്കാനുള്ള ഒരു എനർജി കിട്ടും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഫ്രഷ് ആയി ബ്രഷ് ഒക്കെ ചെയ്തു. പിന്നെ മോയ്സ്ചറൈസറും ലിപ് ബാമും അതൊക്കെ ഇട്ടു. പിന്നെ നമ്മൾ നേരെ പഠിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇന്ന് ഞാൻ പഠിക്കാൻ വേണ്ടി പോകുന്നത് പീഡിയാട്രിക്സ് ആണ്. ഞങ്ങളുടെ ഫൈനൽ ഇയേഴ്സിന്റെ ഏറ്റവും വലിയ പേടി സ്വപ്നമാണ് പീഡിയാട്രിക്സ്. എല്ലാ കോളേജിലും ആണോ എന്നറിയില്ല, പക്ഷെ ഞങ്ങളുടെ കോളേജില് ഏറ്റവും പേടി എല്ലാവർക്കും ഉള്ളൊരു സബ്ജക്റ്റ് ആണ് പീഡിയാട്രിക്സ്. തിയറിയും പ്രാക്ടിക്കലും അതുപോലെയാണ് പീഡിയാട്രിക്സിന്റെ അവസ്ഥ. കാരണം നമ്മുടെ കോളേജിൽ ഏറ്റവും കൂടുതൽ ഫെയിൽ ആകുന്നത് പീഡിയാട്രിക്സ് ആണ്. എനിക്കും ഏറ്റവും കൂടുതൽ പേടിയുള്ളത് പീഡിയാട്രിക്സ് തന്നെയാണ്. എന്താവുന്ന ഒരു പിടുത്തമില്ല. അതായത് ഏകദേശം ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ലേഡിയുടെ അവസ്ഥയില്ലേ, അതായത് കുഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ലൈക്ക് അത്രയും നാളത്തെ ആ ഒരു പെയിനും എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ഒരു സ്പോട്ടിൽ മറക്കും. പക്ഷെ അത് വരെയുള്ള ഒരു ജേർണി ഉണ്ടല്ലോ, പ്രഗ്നൻസി ടൈം, ഡെലിവറി, ആ ഒരു ടൈമിലെ ഒരു പെയിൻ, അത് ഭയങ്കര ബുദ്ധിമുട്ടില്ലേ? അതേപോലെയാണ് ഞങ്ങളുടെ അവസ്ഥയും. ഫൈനൽ ഇയർ നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാം അടുക്കണ വരെയുള്ള ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രഗ്നൻസി ജേർണി ആയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് വിഷമങ്ങളും സന്തോഷങ്ങളും അങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ യൂണിവേഴ്സിറ്റി എക്സാം ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെലിവറി പോലെയാണ്. നല്ല കഷ്ടപ്പാടും ഒത്തിരി സ്ട്രഗിളും ഒത്തിരി നല്ല കഷ്ടപ്പാട് നല്ലോണം ഉണ്ടായിരിക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പാസ്സായി നമ്മളൊരു ഡോക്ടറായി എന്നൊക്കെ പറയുമ്പോഴേക്കും ആ ഒരു കഷ്ടപ്പാടൊക്കെ പെട്ടെന്ന് പോവാണ്. എങ്ങനെ നമ്മുടെ കുഞ്ഞ് വരുമ്പോൾ നമ്മൾ എല്ലാ വിഷമങ്ങളും ആ ഒരു വേദനയൊക്കെ മറക്കത്തില്ല, അതുപോലെ തന്നെ. പിന്നെ എന്തായാലും നമ്മൾ വന്ന് ജോയിൻ ചെയ്തു, പഠിക്കാൻ തീരുമാനിച്ചു. അപ്പൊ അത് നേരിട്ടേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ ഇടയിൽ നമുക്ക് നമ്മുടേതായ കുറെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ നല്ലോണം ഉണ്ട്. ഞാൻ എന്റെ വ്ളോഗിലായാലും ഭയങ്കര കാമായിട്ട്, അതായത് ഈ പഠിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആയിട്ടിരിക്കുമെങ്കിലും ഇതിന്റെ ബാക്കിലായിട്ട് കുറെ നമ്മുടെ സ്ട്രഗിള് പിന്നെ കുറെ സ്ട്രെസ് ഒക്കെ നല്ലോണം ഉണ്ട്. എന്റെ മാത്രമല്ല, എന്നെ പോലത്തെ കുറെ ഫൈനൽ ഇയേഴ്സ് ഉണ്ട് കേട്ടോ ഇതുപോലെ. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ഈസി ഉള്ള പരിപാടിയല്ല MBBS. ഇതിൻ്റെതായിട്ട് നല്ല സ്ട്രെസ്സും ടെൻഷനും പഠിക്കാനും ഒക്കെ ആയിട്ട്, അതായത് നമ്മൾ കുറെ സാക്രിഫൈസ് ചെയ്യേണ്ട കുറെ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഉള്ളൊരു ലൈഫാണ് MBBS. ഇപ്പൊ ഈ ChatGPT ഒക്കെ ഉള്ളതുകൊണ്ട് എന്തൊരു ഉപകാരമാണല്ലേ. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് മനസ്സിലാവാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ അതിന്റെ ആ പോർഷനിലെ ഫോട്ടോ എടുത്തിട്ട് കൊടുക്കും, അതല്ലെങ്കിൽ ജസ്റ്റ് അല്ലാണ്ട് ചോദിക്കും. അപ്പൊ എത്ര ക്ലിയർ ആയിട്ടാണ് ഓരോ ആൻസേഴ്സ് ഒക്കെ തരുന്നത്. എനിക്കിപ്പോ നോട്ട്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്തായാലും വലിയ പാരഗ്രാഫ് ആയിരിക്കും, അത് ചിലപ്പോൾ വായിച്ചാലും മനസ്സിലാവത്തില്ല. അങ്ങനെയുള്ള കേസിലൊക്കെ ഞാനൊരു ഫോട്ടോ എടുക്കും, എന്നിട്ട് ChatGPTയോട് സിമ്പിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറയും. ഇപ്പൊ നല്ല ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മാത്രമായിട്ടൊക്കെ കിട്ടും. അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഞാൻ കമ്പയർ ചെയ്തിട്ടൊക്കെയാണ് പഠിക്കുന്നത്.
അപ്പൊ ഇത് ജേണൽ എഴുതല്ല, ഞാൻ കൈൻഡ് ഓഫ് എന്താ പറയാ, ഒരു പോസിറ്റീവ് നോട്ട് എന്നൊക്കെ പറയില്ലേ, അതുപോലെ. അപ്പൊ ഒന്ന് രാത്രിയൊക്കെ ആകാറാകുമ്പോഴേക്കും ഇതുപോലൊരു ബുക്ക് എടുക്കും, ഞാൻ കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ എഴുതും. അപ്പം ഇത് എനിക്കൊരു നല്ലൊരു പോസിറ്റിവിറ്റി തരാറുണ്ട്, എന്നെ ഒന്നൊരു സ്ട്രോങ് ആക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. നമുക്കൊരു പവർ കിട്ടത്തില്ല, ആ ഒരു ഫീലിംഗ് ആണ്, ഒരു പ്രതീക്ഷയാണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ അത് എഴുതാറുണ്ട്. സോ അപ്പം ഇതുപോലെ എന്തെങ്കിലും നെഗറ്റിവിറ്റി ഒക്കെ വരുവാണെങ്കിൽ ജസ്റ്റ് ഒരു ബുക്ക് എടുക്കുക, എന്തെങ്കിലും പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് വേണമെന്നുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളോ അങ്ങനത്തെയൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ പോലെ വെറുതെ അങ്ങ് എഴുതുക. അങ്ങനെ നല്ല മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആക്കി നല്ല ഹാപ്പി ആയിട്ട് വെക്കുക എല്ലാവരും. അപ്പം അതൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ഒഫ്താൽമോളജി ആയിരുന്നു പഠിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ തേഴ്സ്ഡേസ് എനിക്ക് എക്സാംസ് ഉണ്ടാവുന്നു, അപ്പോൾ മേ ബി ചിലപ്പോൾ ഈ ഒരു തേഴ്സ്ഡേ ഉണ്ടാവാം. സോ അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടി ഒന്ന് കുറച്ചു നേരം ഒന്ന് പഠിച്ചു. അപ്പം അതോടെ കഴിഞ്ഞപ്പോഴേക്കും ഇന്നത്തെ പഠിത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊഡക്റ്റീവ് ആയിട്ട് തന്നെ ഈ ഒരു ദിവസം ഞാൻ കൊണ്ടുപോയി. അതായത് ആസ് എ ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻറ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഇപ്പോൾ പഠിത്തത്തിലാണ്. അതെന്തായാലും ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ബൈ.